ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മൾ ഒരു ഇഡ്ഡലിപ്പൊടി ആട്ടോ ഉണ്ടാക്കുന്നത്. എനിക്ക് ദോശയ്ക്ക് കഴിക്കുന്ന പൊടിയില്ലേ, ഇഡ്ഡലിപ്പൊടി, അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക, ഈസി ആയിട്ട് ഉണ്ടാക്കാതെ. അതിന് ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. ഒരു ചെറിയ ഈ അളവ് തന്നെ മതിയേ. നമ്മൾ ഏത് പാത്രത്തിലാണ് എടുക്കുന്നത് അതിൻ്റെ ഇപ്പം ഞാനൊരു അര ഗ്ലാസ് ഉഴുന്നാണ് എടുത്തേക്കുന്നത്. അര ഗ്ലാസ് മിച്ചം. അതിൻ്റെ താഴെ നിൽക്കണം പരിപ്പ്. സാമ്പാർ വയ്ക്കുന്ന പരിപ്പാണ്. പിന്നെ അരി, പച്ചരി എടുത്തേക്കുന്നത്. ഇഡലി അരി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഈ പച്ചരി ആണെങ്കിലും ഏറ്റവും താഴ്ന്ന അളവ് മതി. പച്ചരിയുടെ ടേസ്റ്റ് അങ്ങനെ മുന്നേ നിൽക്കണ്ട കേട്ടോ. പിന്നെ 2 മുളക് എന്ന് പറഞ്ഞാൽ കൊച്ചുങ്ങൾക്ക്, പിള്ളേർക്കായിട്ട് അപ്പൂനും നന്ദൂനൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് എരിവ് കുറവ് മതിയേ. അപ്പോൾ നല്ലൊരു എരിവ് കഴിക്കും, പക്ഷേ നന്ദൂന് എരിവ് വേണ്ട. പിന്നെ ഒരു ഇച്ചിരി കുരുമുളക് വേണം. കുരുമുളക് എന്ന് പറയാൻ കഴുകി അതിൻ്റെ കളറെല്ലാം മാറിപ്പോയി. ഇതെല്ലാം കഴുകി ഉണക്കിയ സാധനങ്ങളാട്ടോ. അല്ലാണ്ട് നമ്മൾ പെട്ടെന്ന് വല്ല രോഗമൊക്കെ വരാൻ സാധ്യതയുണ്ട്. എല്ലാം കഴുകി ഉണക്കി ഫ്രഷ് ആക്കിയിട്ട് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഇതിവിടെ സ്ഥിരം ഉണ്ടാക്കി വെക്കുന്നതാണ്. പിന്നെ കുരുമുളകിൻ്റെ കൂടെ ഒരു ഇച്ചിരി ജീരകം വേണം. കാരണം ഈ സാമ്പാറിൻ്റെ പരിപ്പൊക്കെ ആകുമ്പോഴേ ഗ്യാസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാട്ടോ. പിന്നെ ഇത് ഞാൻ കാണിക്കുന്നത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒന്ന് കടലപ്പരിപ്പും ഒന്ന് സാമ്പാർ പരിപ്പുമാണ്. ഞാൻ ചിലപ്പോൾ കടലപ്പരിപ്പ് ഇട്ടാണ് ഉണ്ടാക്കുന്നത്. പൊട്ടുകടലയില്ലേ അത്, അതിന് ഭയങ്കര വിലയാണ്. ഞാനതിന് മിച്ചർ ഉണ്ടാക്കാൻ മേടിച്ച് വെച്ചതാണ്. ഞാനിത് കാണിച്ചതേ ഉള്ളേ. ഇത് ഇതിട്ടുണ്ടാക്കിയാലും നല്ലതാണ്, രണ്ടും നല്ലതാണ്. ഗുണം കൂടുതലും പൊട്ടുകടലയ്ക്കായിരിക്കുമേ. പിന്നെ ഉപ്പ് പൊടി വേണം. ഉപ്പ് പൊടി ഞാൻ ലാസ്റ്റേ ഇടുന്നുള്ളൂ, ഇപ്പോൾ ഇടുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇതുപോലെ കരിയാപ്പില വേണം. കരിയാപ്പിലയുടെ ജലാംശമെല്ലാം കളഞ്ഞെടുക്കുകയും ചെയ്യണം. അപ്പോൾ അതും വറുത്തെടുക്കണം, നമ്മളെല്ലാം വറുത്തെടുക്കണം, ഉപ്പും വറക്കണം. അപ്പോൾ ആദ്യമേ നമുക്ക് ഉഴുന്ന്, ഇത് ഈ ചെറിയ ഉഴുന്നല്ല കേട്ടോ, ഈ ഫുള്ളായിട്ടുള്ള ഉരുണ്ടിരിക്കുന്ന ഉഴുന്നാണേ. അപ്പം ആദ്യമേ ഉഴുന്ന് വറുത്തെടുക്കാം നമുക്ക്. ഈ പാത്രം ഒരു പ്രശ്നക്കാരനാണ്. നമ്മളതിൻ്റെ കൈപിടിയെ പിടിച്ചുകൊണ്ട് ജോലി ചെയ്യാനെന്നൊക്കെ ഓർത്ത് മേടിച്ചതാണേ. അപ്പോൾ എളുപ്പമുണ്ടല്ലോ, പക്ഷേ അത് നമുക്ക് പണി തരികയും ചെയ്യും പാത്രം. അപ്പം നല്ലപോലെ നല്ല ഗോൾഡൻ കളറിൽ ഇത് വറുത്തെടുക്കണേ. നല്ല ഫൈനായിട്ട് തന്നെ വറുക്കണം. എന്നും പറയില്ലേ ഗോൾഡൻ കളർ ആകണ്ടാന്ന്. പക്ഷേ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കേടാകാതെ കുറേ കാലമൊക്കെ ഇരിക്കണമെങ്കിൽ ഗോൾഡൻ ബ്രൗൺ കളറിൽ തന്നെ വറുത്തെടുക്കണേ. പിന്നെ ഇതിൻ്റെ ഉള്ളു നല്ലപോലെ വേകണം. അതുകൊണ്ട് ഇത് 2 വശം ഉണ്ടല്ലോ. അപ്പം കണ്ടോ, അതിൻ്റെ കൈപിടി കണ്ടോ, ഈ ഒരു വശത്തെ ഈ ഭാഗത്ത് ഭാരക്കൂടുതലാണ്. ഭാരക്കൂടുതൽ കാരണം നമ്മൾ എന്തെങ്കിലും വെക്കുമ്പോൾ അങ്ങോട്ട് ചെരിഞ്ഞു പോകും. അന്നേരം ഇപ്പോൾ ചാറുകറിയൊക്കെ വെക്കുകയാണെങ്കിൽ ഞാൻ അതുകൊണ്ട് ഇതിൻ്റെ പല അളവ് പാത്രം ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ തന്നെ മേടിച്ചാട്ടോ. അതിന് ഞാനൊരു ടിപ്പ് കണ്ടുപിടിച്ചതെന്നാണ്. ഇതുപോലെ ഒരു കപ്പിൻ്റെ അത് കുറച്ച് വെള്ളം എടുക്കുകയെ, എന്നിട്ട് അതേലോട്ട് അതിൻ്റെ ഹാൻഡിൽ അങ്ങോട്ട് കയറ്റി വയ്ക്കുക, കൈപിടി. അപ്പോൾ അതവിടെ ഇരിക്കും. ആരും ഇങ്ങനെ ചാറുകറിയൊക്കെ വയ്ക്കുമ്പോൾ വെച്ചിട്ട് മറിച്ച് മേത്തിടരുത് കേട്ടോ. ഞാനിങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്കത് ഉപയോഗിക്കാം, എന്നാലും ഇച്ചിരി മടുപ്പാണ്. കണ്ടോ, അത് നല്ലപോലെ ഇപ്പോൾ ഏകദേശം ആയി വരുന്നുണ്ട്. നല്ലപോലെ ബ്രൗൺ കളറാകുന്നോടും വരെ നമ്മളത് കരിയുകയും ചെയ്യരുത് കേട്ടോ. അതിൻ്റെ തൊട്ട് മുന്നത്തെ സ്റ്റേജ് വരെ ആക്കണം. നമ്മളൊന്ന് ഒരെണ്ണം എടുത്ത് കടിച്ചു നോക്കിയാൽ നല്ല എന്നാ പറയുന്നത്, നല്ലപോലെ പൊടിഞ്ഞു കിട്ടും പെട്ടെന്ന്. നമ്മൾ പായസത്തിനൊക്കെ പരിപ്പ് ഉറക്കല്ലേ, ആ പരുവം തന്നെയാകണം ഇത്. പിന്നെ അത് നമ്മൾ മാറ്റി വെച്ച് അതേ പാത്രത്തിലോട്ട് തന്നെ നമ്മൾ ബാക്കി പരിപ്പ്, എപ്പോഴും അളവ് ശ്രദ്ധിച്ചോണേ. ഉഴുന്നിനേക്കാൾ പകുതി വേണം പരിപ്പ്, പരിപ്പിനേക്കാളും തീരെ താന്നു മതി അരി. അങ്ങനെ എപ്പോഴും ശ്രദ്ധിച്ചോണം. പിന്നെ ഒരു കാര്യം ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഉഴുന്ന് വറുത്തിട്ട് ചട്ടിക്ക് നല്ല ചൂടുണ്ട് പാത്രത്തിന്. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ഫ്രൈ ആവും ഇനിയുള്ള സാധനങ്ങളെല്ലാം കേട്ടോ. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇട്ടേച്ച് പോകരുത്, എന്ന് ഞാൻ പറയുന്ന പോലെ ഇട്ടേച്ച് പൊക്കോന്ന് പറയുന്ന പോലെ പോകരുത്. ഇത് നമ്മൾ അടുത്ത് നിന്ന് തന്നെ ഫ്രൈ ആക്കി എടുക്കണേ. എല്ലാവരും ഉണ്ടാക്കിയൊക്കെ നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് ഉള്ള സംഭവങ്ങളൊക്കെയാണ്. പിള്ളേർ എപ്പോഴും ചോദിക്കും, ഇഡലി എടുത്ത് കൊടുക്കുമ്പോഴേ നന്ദി ചോദിക്കും ഇഡ്ഡലിപ്പൊടി ഉണ്ടോയെന്ന്. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി പിള്ളേർക്കൊക്കെ കൊടുക്കണേ. എല്ലാവർക്കും നല്ലതാണ്. അതും നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ ആയി. പിന്നെ ആ പച്ചരി ഇച്ചിരി അല്ലേ ഉള്ളൂ. അപ്പോൾ അരിയും കുരുമുളകും ജീരകവും കൂടെ ഞാൻ ഒരുമിച്ചിട്ടാട്ടോ വറുത്തേക്ക്. ഇതെല്ലാം പെട്ടെന്ന് തന്നെ ശരിയായി കിട്ടുവേ. വലിയ താമസമുള്ള കാര്യമൊന്നുമല്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി റെഡിയാക്കി എടുക്കാവുന്ന കാര്യമുള്ളൂ കേട്ടോ. ഇതിനകത്ത് കുരുമുളകാണേലും തീരെ ചെറുതല്ലേ, അപ്പം പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ചില കുരുമുളകിന് വലിപ്പക്കൂടുതലുണ്ട്, അപ്പോൾ അരിയുടെ കൂടെ ഇടരുതേ, അന്നേരം ആ കുരുമുളകിൻ്റെ അകത്ത് പച്ച വയ്ക്കും കേട്ടോ. പിന്നെ ഈ മുളക് ഞാൻ 2-3 മുറിച്ചേ. പെട്ടെന്ന് അങ്ങോട്ട് ശരിയായി കിട്ടാൻ വേണ്ടിയിട്ട് മുറിച്ചെന്നേ ഉള്ളൂ. മുളകിന് വലിപ്പക്കൂടുതലായിരുന്നല്ലോ, അത് നമ്മുടെ എരിവ് അനുസരിച്ച് എടുക്കാം കേട്ടോ. പിന്നെ കരിയാപ്പിലയുടെ ജലാംശം കളയണം. അതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ കേടായി പോകുമല്ലോ. അതും കുറേ പ്രാവശ്യം ഇളക്കുമ്പോൾ അതങ്ങ് ശരിയായിക്കോളും. ഈ കരിയാപ്പിലയൊക്കെ ചെയ്യുമ്പോഴത്തേനും ഗ്യാസ് ഓഫാക്കിയിട്ടിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കായവും ഉപ്പുപൊടിയും വറക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ ആ കരിയാപ്പില ഓണാക്കിയാണ് വറുത്തത് കേട്ടോ.
ഉപ്പുപൊടി വറക്കണം എന്ന് പറയുന്നതെന്ന് വെച്ച് ചോദിച്ചാൽ എന്നാന്നോ അതിൻ്റെ അകത്ത് ഞാൻ ചെയ്തപ്പോഴെല്ലാം ഈ ഉപ്പ് പെട്ടെന്ന് അങ്ങോട്ട് അലിക്കുന്നുണ്ടേ. പക്ഷേ ഇത് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് അങ്ങനെ വരത്തില്ല കേട്ടോ. ഇത് പെട്ടെന്ന് തീരുകയില്ല ഇത് ഉണ്ടാക്കി വെച്ചാലേ. നമ്മളുണ്ടോ ഇന്ന് ഇഡ്ഡലിയും ദോശ ഉണ്ടാക്കുന്നുള്ളൂ, ഞങ്ങളൊക്കെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ഒരു മാസമൊക്കെ ഇരിക്കും ചെറിയ ക്വാണ്ടിറ്റി, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതേ. അപ്പം ഇത് രണ്ടും കൂടെ ഇനി ഇച്ചിരി കൂടെ ഉപ്പ് ചിലപ്പം വേണ്ടി വരാൻ സാധ്യതയുണ്ട്. ഗ്യാസ് ഓഫാക്കിയിട്ടിട്ടാണ് ഞാനത്, പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. പിന്നെ കണ്ടോ ഇതെല്ലാം കൂടെ കൂടി ഇതുപോലെ വറുത്ത് സെറ്റായി. ഇനി ഇത് കഴിയുമ്പോൾ നമ്മൾ മിക്സിയിൽ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണേ. പെട്ടെന്നായി കിട്ടും, നമുക്ക് താമസമൊന്നും വരത്തില്ല. നല്ലപോലെ ആറിയിട്ടാണ് ചെയ്യാവുള്ളൂ, ഇല്ലെങ്കിൽ അതിൻ്റെ അതും ജലാംശം വരും കേട്ടോ. ഇതിന് ആവി വരുമല്ലോ, നമുക്കറിയാമല്ലോ ചൂടുള്ളപ്പോഴത്തേനും. കണ്ടോ ഇതുപോലെ നല്ലപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ടേ. നല്ല സൂപ്പർ ടേസ്റ്റായിട്ടാണ് കിട്ടിയേക്കുന്നത്. എനിക്കൊരു ഇച്ചിരി ഉപ്പ് കൂടെ ചൂടാക്കിയിട്ടുണ്ട് വന്നു, ഉപ്പ് പൊടിയെ ഉപ്പ് കുറവായിരുന്നു. പിന്നെ ഇത്രയൊന്നും വേണ്ട 2-3 ഇഡ്ഡലിയൊക്കെ കഴിക്കാനായിട്ട്. നല്ല സൂപ്പർ ടേസ്റ്റായിട്ടാണ് കിട്ടിയേക്കുന്നത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ഗുണമുണ്ട്, ടേസ്റ്റുണ്ട്, നല്ല സൂപ്പർ സാധനമാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. ഒത്തിരി വീഡിയോസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഇതിനെക്കുറിച്ച്. ഞാൻ പകുതി പണികളും യൂട്യൂബിൽ നോക്കിയാണ് പഠിച്ചേക്കുന്നത്, കുറേ കാര്യങ്ങളും. എൻ്റെ മമ്മി ഇത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഒരു നാരകത്തിൻ്റെ ഇല ഇടും, അത് ഞാൻ പറയാൻ മറന്നുപോയേ. നിങ്ങളും അത് ചെയ്ത് നോക്കണേ. നാരകത്തിൻ്റെ ഇല, നല്ല നാരകത്തിൻ്റെ ഇല. ഇത് ബിസ്ക്കറ്റ് മേടിച്ചപ്പോൾ കിട്ടിയ പാത്രം, അതിൻ്റെ അകത്തോട്ടാക്കി വെച്ചേക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നാളെ കാണാം. ബൈ.